രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിലേക്ക് ഇന്നു തന്നെ ഹർജി നൽകാനാണ് നീക്കം. സെഷൻസ് കോടതി ഉത്തരവിൽ കേസിനെ ബാധിക്കുന്ന ഗുരുതര പരാമർശങ്ങളുള്ള പശ്ചാത്തലത്തിലാണ് നടപടി. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, പ്രോസിക്യൂഷനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, ഈ വിധി പകർപ്പിലുള്ള ചില പരാമർശങ്ങളാണ്. ഇപ്പോൾ KPCC അധ്യക്ഷന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയാത്ത കാര്യങ്ങൾ ഈ പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്, അല്ലെങ്കിൽ ഇത് തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ വിധി വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? മാധു, ഈ കേസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ചില പരാമർശങ്ങൾ സെഷൻസ് കോടതി ഉത്തരവിൽ വന്നതുകൊണ്ടാണ് അടിയന്തരമായി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള തീരുമാനം സർക്കാർ തലത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് തന്നെ ഹർജി നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നപ്പോൾ മൊഴിയിലെ വൈരുദ്ധ്യം മുതൽ ഇങ്ങോട്ട് പല നടപടിക്രമങ്ങളിലെയും വീഴ്ചകൾ കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടർന്നുള്ള നിയമ നടപടികളിൽ ഇതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട വാദങ്ങളായി ഉയർന്നു വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ FIRന്റെ കാര്യത്തിൽ അതിന്റെ ഒരു മുന്നോട്ട് പോക്കിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് അതിനെല്ലാം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനം സർക്കാർ തലത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു മുൻകൂർ ജാമ്യ ഹർജിയാണ്. ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇത്തരത്തിലൊരു ആഴത്തിലുള്ള പരിശോധന വന്നത് സർക്കാരിനെ സ്വാഭാവികമായും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് തന്നെ ഹർജി നൽകാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ബിനിൽ, ഈ കാര്യത്തിൽ ഈ പരാതി കൊടുക്കാൻ ഉണ്ടായ കാലതാമസം അടക്കമുള്ള കാര്യങ്ങളൊക്കെ വിധിയിൽ പറയുന്നുണ്ട്. ഇത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ തരത്തിൽ വരുന്ന കാലതാമസങ്ങൾ കൃത്യമായ ഗ്രൗണ്ട് ഉണ്ട് എങ്കിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നുള്ളത്. മറ്റൊന്ന്, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മൊഴിയിലെ വൈരുദ്ധ്യം. ഇപ്പോൾ KPCC അധ്യക്ഷന് ഒരു പരാതി നൽകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പരാതി നൽകുന്ന സമയത്ത് മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഒരു ഇൻഫർമേഷൻ എന്ന നിലയ്ക്കല്ലേ അത് എടുക്കേണ്ടത്, അല്ലാതെ ആ മെറിറ്റിലേക്ക് കടന്നുകൊണ്ട് എന്നുള്ള കാര്യമാണ് ഈ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത്. തീർച്ചയായും അത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കേസിലുണ്ട്. സ്വാഭാവികമായും ഈ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് കിട്ടിയ ഒരു ഇമെയിൽ സന്ദേശമാണ് അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് DGPക്ക് കൈമാറുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ പ്രാഥമികമായ വിവരം എന്നത്. അത് വെച്ചാണ് FIR ഇട്ടത്. ആ FIR ഇടുന്ന സമയത്ത് ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നില്ല. സ്വാഭാവികമായും അത് തന്നെയാണ് ഇതിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി കോടതി വിധി പറയാനിരിക്കെ മറ്റൊരു പരാതി കൂടി വന്നപ്പോൾ തിരുത്തപ്പെട്ട ചില നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ കേസിൽ ഒരു തിരിച്ചടി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട നിയമ പ്രശ്നമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കേസുകളിൽ വൈകി വരുന്ന പരാതികളിൽ കൃത്യമായ കാര്യകാരണങ്ങൾ, അതായത് നിയമവ്യവസ്ഥയ്ക്ക് ബോധ്യപ്പെടുന്ന കാര്യകാരണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വരണം. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് വ്യക്തമല്ല. അത് ഹൈക്കോടതിയിലേക്ക് വരുമ്പോഴാണ് അക്കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നത്. അതായത് ആ പെൺകുട്ടിയുടെ മൊഴിയിൽ തന്നെ എന്തുകൊണ്ട് ഈ പരാതി വൈകി, അത് ന്യായീകരിക്കാവുന്ന നീതീകരിക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ട് എങ്കിൽ മാത്രമേ ആ പരാതി വൈകിയത് കോടതിക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അതെന്താണ് എന്നത് ആ കോടതിയിൽ കേസ് വരുമ്പോൾ മാത്രമേ വ്യക്തമാകുകയും ചെയ്യുകയുള്ളൂ. എന്തായാലും ഇത് പോലീസിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് ഇതിൽ ഒരു പരിഹാരം കാണാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഈ രണ്ടാമത്തെ കേസിൽ ഇത്തരം ഗുരുതരമായ പരാമർശങ്ങൾ വരുമ്പോൾ അത് ആദ്യത്തെ കേസിനെയും സ്വാഭാവികമായും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്.